നന്ദു, നീ ഇനിയും കിടന്നില്ലേ? കുറച്ചും കൂടി പഠിക്കാനുണ്ട് അമ്മേ. ഈശ്വര, ഞാൻ ഗെയിം കളിക്കുന്ന കാര്യം അമ്മ എങ്ങാനും അറിഞ്ഞ. മതി പഠിച്ചത്, ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക്. പഠിച്ചു തീർന്നില്ല അമ്മ, ഇപ്പൊ കിടക്ക. ഇന്നലെയും ഇന്നുമായി 5000 രൂപ നഷ്ടമാണ്. ഈ ഗെയിം എങ്ങനെങ്കിലും ജയിച്ച് പണം തിരിച്ചു പിടിക്കണം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം തിരുത്ത്. നന്ദു, നന്ദു, നീ ഇനി എഴുന്നേറ്റില്ലടാ? ഇന്നലെ പഠിച്ചു കിടന്നപ്പോ വൈകി. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടും മിഡ് ടേമിന് 3 വിഷയത്തിൽ നീ തോച്ചതാണല്ലോ. ദേ, നിന്റെ ക്ലാസ് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എടുക്കാത്ത ഭാഗത്ത് നിന്ന എല്ലാ ചോദ്യം വന്നത്. ആ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. ആ ടീച്ചറോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. എടി, എന്റെ അലമാരയിൽ വെച്ചിരുന്ന 5000 രൂപ കാണാനില്ലല്ലോ, നീ എടുത്തോ? ഞാൻ എന്തിനെടുക്കണം? എന്റെ ആവശ്യത്തിനുള്ള പണം എന്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ നിന്റെ മോനായിരിക്കും. ഇതിപ്പോ 3-ാം തവണയാ. ദേ, എന്റെ കുട്ടിയെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ. അവനെ ഞാൻ നല്ല ശീലത്തിലാ വളർത്തുന്ന മനുഷ്യ. ഒരു നല്ല ശീലം. നീ എല്ലാത്തിനും വളം വെച്ചു കൊടുത്തോ. അവൻ എന്നാ നിന്നെ കൊണ്ട് വിൽക്കുന്നത് നോക്കിക്കോ. ഓഹ്, എന്റെ വിധി, അല്ലാതെന്തു പറയാനാ. മോളിക്കുട്ടി, അങ്ങനെ പോയി. ഓ, ഞാനോ? ഒന്ന് ബ്യൂട്ടി പാർലർ വരെ പോണം, ഒന്ന് ഫേഷ്യൽ ചെയ്യണം. ഒന്ന് പോടി അവിടുന്ന്, കളിയാക്കല്ലേ. കല്യാണത്തിന് തുണി എടുക്കാൻ പോകുന്നില്ലേ? പിന്നെ സമയം എടുത്തിട്ടാണെങ്കിലും നല്ല സെലക്ഷൻ നോക്കി തന്നെ എടുക്കണേ. ഓക്കേടാ, വന്നിട്ട് വിളിക്കണേ. ഹലോ, സോറി സാർ, എനിക്കിന്ന് വരാൻ പറ്റില്ല. ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. എപ്പോഴാ തിരിച്ചെത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ സാർ, നാളെ വരാം, ഷുവർ. അങ്ങുന്നേ, ഈ സഞ്ചിയും കൂടി കയ്യിൽ വെച്ചോ. എന്താ ഇതിൽ? ഒരു കിടക്കവേ, തോർത്ത്, ബ്രഷും പേസ്റ്റും. ഇതൊക്കെ എനിക്കെന്തിനാ? കൊച്ചമ്മയും അനിയത്തിയും കുടുംബക്കാരും ചേർന്ന് ഈ സ്ത്രീ ജനങ്ങള് ഈ തുണിശാപ്പ് കയറിട്ട് തുണി തിരിച്ചും മറച്ചും തിരിച്ചും ഉടുത്തും അയച്ചു നോക്കുമ്പോഴേക്കും നേരം പാതിരാവും. അപ്പൊ അങ്ങൂന്നിന് ആ തുണിക്കടയുടെ ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണ്ട് കിടക്കാനായി വിരി. ചിലപ്പോ ഈ തുണി തെരച്ചില് നേരം വെളുക്കാനും മതി. അതിനു വേണ്ടി ഈ ബ്രഷും പേസ്റ്റും. നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതോ. വലിയ കടയിൽ കയറിയല്ലേ നല്ല മൂല്യമുള്ള തുണി കിട്ടുന്ന ഇവരെ വിചാരം. അങ്ങുന്നേ, കൊച്ചമ്മയൊന്ന് നന്നായി ശ്രദ്ധിക്കണേ. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? എടാ, നീ നിന്റെ വർത്തമാനമൊക്കെ നിർത്തി ആ തുണിയൊക്കെ ഒന്ന് അലക്കിയിടാൻ നോക്ക്. അവന്റെ ഒരു പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. കൊരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായതെന്ന് പറയാ. പക്ഷെ ഇപ്പൊ മനുഷ്യന്മാരെക്കാൾ ഡീസന്റ് കൊരങ്ങന്മാരാ. ഓ, എന്തു വർക്ക് ലോഡായിരുന്നു ഇന്ന്. മടുത്തു. ഇവളിത് എവിടെ പോയി കിടക്കുക? എടീ, ഭക്ഷണം എടുത്തു വെക്ക്. അതെ, എനിക്ക് റെസിഡൻസിന്റെ ലേഡീസ് വിങ്ങിന്റെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ തനിച്ചെടുത്ത് കഴിച്ചാൽ മതി. കർത്താവേ, ഇവൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവളുടെ ഈ സ്വഭാവം കണ്ട് വളരുന്ന എൻ്റെ കുട്ടിയും
അഹങ്കാരിയായിട്ടാണ് വളരുന്നത്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. എന്താ ഒരു വഴി? ഹലോ അപ്പച്ചാ, ഇത് ഞാനാ. ദേ മനുഷ്യ, നിങ്ങൾ ഈ കൊച്ചിനെ കണ്ടോ? ആ ടീച്ചർ അടിച്ചത് അവിടെ മൊത്തം വീങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആ സ്കൂളിൽ ചെന്നൊന്ന് ചോദിക്ക. എടി, അധ്യാപകർ കുഞ്ഞുങ്ങളെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും അവർ നന്നാവാനാ. അതൊക്കെ പോയി ചോദിക്കാന്ന് പറഞ്ഞ നിങ്ങൾക്ക് പറ്റില്ലെങ്കിലേ വേണ്ട, ഞാൻ പോകും. ഞാനൊരു ഈർക്കിലി എടുത്തു പോലും നോവിച്ചിട്ടില്ല, അറിയോ? എന്നിട്ടാ അവളുമാര്. നിങ്ങൾ വാ മനുഷ്യ. ഈർക്കിലോണ്ട് അടിക്കാത്തതിന്റെ കുറവാ, കുരുത്തം കെട്ടതാന്നേ. കഴിഞ്ഞ ദിവസം ഒരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ ചോട്ടിൽ നിർത്തിയിട്ട് ആ മരത്തിന് മുകളിലുണ്ടായിരുന്ന തേനീച്ചക്കൂടിന് കല്ലെറിഞ്ഞ് ഓടിക്കളഞ്ഞു. അവറ്റകള് സമരക്കാര് പോലീസിന് നേരെ അടുക്കണ പോലെയല്ലേ എന്റെ അടുത്തേക്ക് പറന്നെടുത്തത്. ഒരു കണക്കിനാ ഓടി രക്ഷപ്പെട്ടത്. കുരുത്തം കെട്ടവൻ. ഇനി അപ്പച്ചൻ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ രാത്രി എത്താം. അത് നമ്മുടെ ടോമിയുടെ അപ്പച്ചനല്ലേ? അപ്പച്ചൻ ഇത് എങ്ങോട്ടാ? മകന്റെ അടുത്തേക്കൊന്ന് പോവാ. വീടൊന്ന് ശുദ്ധീകരിക്കണം. നിങ്ങൾ ഇത് കണ്ടോ എന്റെ കൊച്ചിനെ ആ ടീച്ചർ അടിച്ചത്? അതൊന്ന് ചോദിക്കാൻ പോവാ. അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിൽ ഒരാത്മബന്ധമുണ്ട്. അത് നിങ്ങൾ രക്ഷിതാക്കളായിട്ട് തകർക്കരുത്. ഞാനും ഒരു അധ്യാപകനായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇതെന്നെ പഠിപ്പിച്ച മാഷ. എനിക്കും കിട്ടിയിട്ടുണ്ട് ചുരുൾ കൊണ്ട് ഒരുപാട്. അതുകൊണ്ടാ ഞങ്ങൾ നന്നായത്. എൻ്റെ ആൻറ്റോ, ഈ ചെറിയ വിഷയം നിങ്ങളെല്ലാം പോയി വഷളാക്കണ്ട. നീ ഭാര്യയും മോനെയും കൂട്ടി വീട്ടിൽ പോകാൻ നോക്ക്. വാടി, വീട്ടിൽ പോകാം. അല്ല അപ്പോ? അപ്പമല്ല, അട. നിന്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച എന്നെ വേണം തല്ലാൻ. വരുന്നുണ്ടോ നീ? എന്താ ഇപ്പൊ ഇങ്ങോട്ട് പോന്നത്? മോൾക്ക് മടുത്ത് കാണൂല്ലേ? ആ, അതൊക്കെ പറയാം. നീ പോയി ഒരു നല്ല ചായ എടുത്തിട്ട് വാ. ഞാൻ ഫോൺ ചെയ്യുന്നത് കാണുന്നില്ലേ? ഇപ്പം പറ്റില്ല. ഒരു ചായ പോയി എടുത്തുകൊണ്ട് വാടി. എന്ത്? അവളുടെ ഒരു ഫോണ് ദേ ഇപ്പം തരാം. നീ എങ്ങോട്ടാ? സ്കൂളിലേക്ക്. നിന്റെ ബാഗ് ഒന്ന് നോക്കട്ടെ. നിങ്ങൾ എന്തിനാ എന്റെ മകന്റെ ബാഗ് നോക്കുന്നേ? നീ മിണ്ടരുത്, മാറി നിക്ക്. ബാഗ് എടുക്കാൻ. വേണ്ട, ബാഗ് ഞാൻ തരില്ല. നിന്നോട് എടുക്കാനാ പറഞ്ഞത്. തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? എവിടെ നിന്ന് കിട്ടിയടാ ഈ പണം? അച്ഛന്റെ പറയാൻ. അലമാരിയിൽ നിന്ന് എടുത്തതാ. എന്താ ഇത്? നിന്നോടാ ചോദിച്ചത്. എന്താ ഇതെന്ന്? ബൈക്കില് ലിഫ്റ്റ് തരുന്ന ഒരു ചേട്ടൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാ. ഇതെന്താണെന്ന് അറിയോ നിനക്ക്? എടാ, നീ എപ്പോഴെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? പറ, ഉപയോഗിച്ചിട്ടുണ്ടോന്ന്. മിഠായി
തരാണെന്നും പറഞ്ഞ് ഒരു തവണ തന്നിരുന്നു. ഈശ്വര, ഒരു തവണയെ തന്നല്ലോ. എന്താ എന്താ അപ്പച്ച? എന്റെ കർത്താവേ, ഇനി എന്ത് ചെയ്യും? പോലീസിനെ വിളിക്കേ. അത് വേണോ അപ്പച്ച? വിളിക്കാനാ പറഞ്ഞത്. സാർ, പേരൊന്നും എനിക്കറിയില്ല. 1-2 പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ. ഇവന്റെ എല്ലാ തെറ്റുകളും ന്യായീകരിച്ചും എന്നോടും അധ്യാപകരോടും കലഹിച്ചും നീ നടന്നതിന്റെ ഫലമാണ് എന്റെ കുട്ടിയുടെ ഈ അവസ്ഥ. അത് മറക്കണ്ട. നിങ്ങൾ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ല മനുഷ്യ. പിന്നെ ഞാൻ ആരെ കുറ്റപ്പെടുത്തണം? അവന്റെ കൂടെ എപ്പോഴും ഉള്ളത് നീയല്ലായിരുന്നോ? നീ ശ്രദ്ധിക്കണ്ടായിരുന്നോ? ശരിയാ, എന്റെ അറിവില്ലായ്മയാ. എന്ന് വെച്ച് വലിയൊരു അപകടത്തിൽ നിന്നാ മാഷിന്റെ തക്ക സമയത്തുള്ള ഇടപെടൽ കൊണ്ട് ഈ കുട്ടി രക്ഷപ്പെട്ടത്. അല്പം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരാൾക്കും ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. എളുപ്പത്തിൽ പണമുണ്ടാക്കാനായി ഒരു പറ്റം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളായ കുട്ടികളെയാണ്. ഏതായാലും മാഷേ, നിങ്ങൾ വന്ന സമയം കൊള്ളാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ നശിക്കാനുള്ളതെല്ലാം ഈ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിന് അവരനുവദിച്ചു കൊടുത്താൽ പിന്നെ പറയണ്ടല്ലോ. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും ഒരു മൊബൈൽ ഫോണും പിടിച്ച് അപരിചിതരെ പോലെ കഴിയുന്ന കാലമാണിത്. അത് മാറണം. അല്പസമയം ഒന്നിച്ച് സംസാരിക്കാനും കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും നമുക്ക് കഴിയണം. അവരുടെ ബെസ്റ്റികളാവാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉപയോഗിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കണം. ബെഡ്റൂമിൽ വാതിൽ അടച്ചല്ല പഠിക്കേണ്ടത്. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ അവർക്ക് വേണ്ടി പണം സമ്പാദിച്ചു വെക്കലല്ല, അവരെ നല്ല മനുഷ്യരായി വളർത്തുകയാണ് വേണ്ടത്. അതാ വേണ്ടത്. ഇനി മോൻ തെറ്റിലേക്കൊന്നും പോകരുത് കേട്ടോ. ഇല്ല, ഇനി മുതൽ ഞാൻ മുത്തച്ഛന്റെ സ്വന്തം പേരക്കുട്ടിയായിരിക്കും. ഒരു തെറ്റും ചെയ്യാത്ത നല്ല കുട്ടി. എന്തുണ്ടെങ്കിലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും പറയണം. എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ മാഷേ. പ്രശ്നങ്ങളെല്ലാം സോൾവായി അല്ലേ? എടാ, നിന്റെ അപ്പച്ചനെ കുറച്ച് ദിവസം എനിക്ക് വിട്ടത് എൻ്റെ വീട് കൂടി ഒന്ന് ശുദ്ധീകരിക്കാനാ. ഇതുപോലൊരച്ഛൻ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായേനെ. താളപ്പിഴകളുടെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുമ്പോൾ ചില തിരുത്തുകൾ കുടുംബത്തിലുണ്ടായാൽ അത് കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ ഗുണം ചെയ്യും.
മാർഗകളിബായ്, ആയിഷ എയിൻ, വമിക ശ്രീദീപ്, ദേവ്നന്ദ ഷിജു MP, ഇഷാൻ വി, ഹെൻസ ഇഷൽ KT, അലങ്കൃത വി, ആൻവി KS, തനിഷ്ക A, ഫാത്തിമ നഹ്റൻ KT and സാത്വിക സികേഷ് K. വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ പൂവിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി എന്തിനായി മന്ദമാർക്ക് ചെന്താമര കൈപ്പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഹൗവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി സകല മകളുവതിന് മണിയണമിതു തരുമികൾ മാർത്തോമൻ മണിയുടെ മഹിമകളൊഴുകി പാൽച്ചോറും കഴിപ്പിച്ചു പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റുകുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ നാളെയാണ് പെൺകൊടിക്ക് തന്തീശ്വരൻ ഈശൻ വിധിച്ചത് പൂക്കാലി മിന്നുമണി പൂക്കാലി മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചതിൽ പൂക്കാലി കൊരുക്കണം പൂക്കാലി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി ആൺപെൺകൾ സന്ദീപനാദി മണ്ണിൽ ആലാഹനായൻ വിദഗ്ധാ മാർഗോവൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാഴ്വിൽ നിലയും നിങ്ങൾ ആൺപെൺകൾ സന്ദീപനാദി മണ്ണിൽ ആലാഹനായൻ വിദഗ്ധാ മാർഗോവൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാഴ്വിൽ നിലയും നിങ്ങൾ വേദിയിൽ അടുത്തതായി കുട്ടിയും തുമ്പിയും പുതുമയാർന്ന ഒരു നൃത്താവിഷ്കാരം. വേദിയിൽ അമിൽ S, വൈക്കരി പാർവതി, മുഹമ്മദ് ജോഹൻ CT, താഹിർ ഹംദാൻ, ആദിത്യവ് ഭാരത്, നിഹാൻ ജിയോ ഷെറിൻ, ആദ്യ ആകാശ്, തന്മയ് C,
Hazel Hayat and Saugantika MP. കുട്ടിയും തുമ്പിയും. കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരോ. കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരോ. മലർത്തേനുണ്ടല്ലോ, ഇളം കാറ്റുണ്ടല്ലോ, ഇനി വരൂ കര തളിരിലയിൽ നീ മയങ്ങി നിന്നാട്ട്. കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരൂ. വനദേവത നീയല്ലേ, കാലിൽ വീണതല്ലേ, നിന്റെ കതോരം എന്റെ പാട്ട് തേടി വന്നതല്ലേ. നീ ചിരിച്ചെറുക്കണ ജാതി, നീ പഴത്തിനുള്ളിലെ സൂചി, തൊട്ടാലൊട്ടണ ഭാഷ വേണ്ട, ചുമ്മാ ചാറിടാതെ പോ. പിന്നെയും കോട്ടിനുള്ളിലോണ്ടിരിക്കും കാട്ടുപൂച്ച, തേണ്ടമേലെ നക്കു നീട്ടി വീശ കാട്ടി പഞ്ചാരേ. പിന്നെ കോട്ടിനുള്ളിലോണ്ടിരിക്കും കാട്ടുപൂച്ച, തേണ്ടമേലെ താക്കു നീട്ടി വീശ കാട്ടി പഞ്ചാരേ. അരിപ്രാവ് പോലെ മെല്ലെ എന്റെ ചാര വന്നു കൂടെ, എന്റെ സ്നേഹം ഞാൻ നിന്റെ മുന്നിൽ കോരി ചൊരിഞ്ഞില്ലേ. നീ പളപളപ്പുള്ള മോടി, നീ വിളഞ്ഞ വയ്യാവേലി, കേട്ടോ പട്ടണ ചാട വേണ്ട, കിട്ടോ കമ്മിടാതെടോ. കണ്ടോ പൊന്നുകൊണ്ട് പൂശി വെച്ച ഓട്ടുചെമ്പു പിച്ചളകൾ കാറ്റുകൊണ്ട് കാവടിച്ചു പൊന്നാരേ. കണ്ടോ പൊന്നുകൊണ്ട് പൂശി വെച്ച ഓട്ടുചെമ്പു പിച്ചളകൾ കാറ്റുകൊണ്ട് കാവടിച്ചു പൊന്നാരേ. കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരൂ. കണ്ണാടി ചിറകുള്ള കാട്ടുതുമ്പി എൻ മന്ദാര തോട്ടത്തിൽ കൂട്ടുപോരൂ.